ഹായ് സ്റ്റുഡൻസ്, ഡ്രീംസ് ഡിഫൻസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള പോലീസിന്റെ ഫിസിക്കൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 7-ാം തീയതി തൊട്ട് 13-ാം തീയതി വരെയാണ് നമുക്കുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ അക്കാഡമിയിൽ നിന്ന് ഇന്ന് പാസ്സായി വന്നിട്ടുള്ള 6 പേര് നമ്മുടെ ഇവിടെ ഉണ്ട്. അതിൽ 4 പേര് ഫസ്റ്റ് 5 ഐറ്റംസ് പാസ്സായവരാണ്. ബാക്കിയുള്ളവർ അതിനുശേഷമുള്ള ഐറ്റംസ് പാസ്സായി വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ആർമിയിലെ അടുത്ത ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്, നമ്പർ. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ളവർ വിളിക്കുക. നമുക്ക് ഇവർക്ക് ഡ്രീംസ് അക്കാഡമിയിൽ നിന്നുള്ള ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് ഷെയർ ചെയ്യും. എൻ്റെ പേര് യദു. എൻ്റെ ഫിസിക്കൽ ഇന്ന് രാവിലെ 5:30 SAP പരേഡ് ഗ്രൗണ്ട് തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു. ഞങ്ങൾ ഇവിടെ ട്രെയിനിങ് ചെയ്യുന്നതിൻ്റെ ഒരു പകുതി എഫേർട്ട് എടുത്തപ്പോൾ തന്നെ അവിടെ ഒട്ടുമിക്ക ഐറ്റംസും ഞങ്ങൾക്ക് സുഖമായിട്ട് തന്നെ കിട്ടാൻ വേണ്ടി പറ്റി. ആദ്യത്തെ 5 ഐറ്റം തന്നെ ഈസി ആയിട്ട് പാസ്സാവുന്ന രീതിയിൽ ഞങ്ങൾ അവിടെ നിന്ന് പോയ 5 പേര്, ആ ഗ്രൗണ്ടിൽ 5 പേരുണ്ടായിരുന്നു. 5 പേർക്കും ആദ്യത്തെ 5 ഐറ്റം തന്നെ പെട്ടെന്ന് പാസ്സാവുന്ന രീതിയിൽ തന്നെ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റി. അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ ഫിസിക്കൽ ട്രെയിനിങ് പ്രാക്ടീസ് ഹാർഡാവുമെന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷേ ഇവിടെ കിട്ടിയ ട്രെയിനിങ് വെച്ചിട്ട് അവിടെ ചെന്നപ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഇടുന്ന എഫേർട്ടിൻ്റെ ഒരു പകുതി എഫേർട്ട് ഇട്ടപ്പോൾ തന്നെ അവിടുത്തെ മിക്ക ഐറ്റംസും നമുക്ക് പാസ്സാവാൻ സാധിച്ചു. ആദ്യത്തെ 100 ഓടിയപ്പോൾ തന്നെ വലിയൊരു കോൺഫിഡൻസ്, ഞങ്ങൾക്ക് എല്ലാ ഐറ്റവും പെട്ടെന്ന് തന്നെ കിട്ടുമെന്നുള്ളൊരു കോൺഫിഡൻസ് വരികയും ഞങ്ങൾ സുഖമായിട്ട് തന്നെ എല്ലാ ഐറ്റംസും മിക്കുള്ള 4 പേരും ആദ്യത്തെ 5 ഐറ്റം തന്നെ പെട്ടെന്ന് പാസ്സായി. മറ്റേ അടുത്ത ഐറ്റം ആയപ്പോഴത്തേക്ക് 5 ഐറ്റം കവർ ചെയ്യുകയും ചെയ്തു. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കിട്ടിയത്. ഓക്കെ, എനിക്ക് ഇന്നായിരുന്നു ഫിസിക്കൽ ഉണ്ടായിരുന്നത്. എനിക്ക് 5 ഐറ്റം പാസ്സാവാൻ വളരെ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ വളരെ സന്തോഷമുണ്ട്. അക്കാദമി വന്നതിന് ശേഷം ഏറ്റവും നല്ല എക്സ്പീരിയൻസ് ആണ് ലഭിച്ചിട്ടുള്ളത്. ഇതുവരെയും മറ്റ് അക്കാദമികളിൽ പോയിട്ടുണ്ടെങ്കിലും ഇത്രയും നന്നായിട്ട് ട്രെയിനിങ് കാര്യങ്ങളും സപ്പോർട്ടീവ് ആയിട്ടുള്ള സാറും ഒക്കെ ഇവിടെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. എന്തായാലും ഫിസിക്കൽ പാസ്സാവാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. എനിക്ക് എസ് എൻ കോളേജിലായിരുന്നു ഫിസിക്കൽ നടന്നിരുന്നത്. കഴിഞ്ഞ തവണ വന്ന് ഫ്ലോപ്പായ വ്യക്തിയാണ് ഞാൻ. എന്നിട്ടും ശരണണ്ണൻ എനിക്ക് നല്ലൊരു ഗൈഡൻസ് തന്നു. എനിക്ക് അത്യാവശ്യം ആദ്യത്തെ 6 ഐറ്റത്തിൽ 5 എണ്ണം പാസ്സാവാൻ എനിക്ക് പറ്റി. അത് ശരണൻ്റെ ഇത് ട്രെയിനിങ് കൊണ്ട് മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇവിടെ ചെയ്യുന്നതിൻ്റെ ഒരു പാതി എഫർട്ട് മതി നമുക്ക് ഐറ്റം പാസ്സാവാൻ. എൻ്റെ പേര് പ്രനു. ഞാൻ ഇവിടെ വരുമ്പം എനിക്ക് ഒരു ഐറ്റം പോലും ഇല്ലായിരുന്നു. എനിക്കിന്ന് SAP പരേഡ് ഗ്രൗണ്ടിൽ വെച്ച് രാവിലെ 5:30 എൻ്റെ ഫിസിക്കൽ ടെസ്റ്റ്. അതിൽ ഞാൻ എൻ്റെ 5 ഐറ്റമാണ് ഞാൻ പാസ്സായത്. ഇവിടെ വരുമ്പോൾ എനിക്ക് ഒരു ഐറ്റം പോലും എൻ്റെ കയ്യിലില്ലായിരുന്നു. ശരൺ സാറാണ് എന്നെ ഓരോ ഐറ്റവും ട്രെയിൻ ചെയ്ത് എന്നെ 5 ഐറ്റത്തിൽ എത്തിച്ചു തന്നത്. എൻ്റെ പേര് ചിത്തു. ഇന്നായിരുന്നു എൻ്റെ ഫിസിക്കൽ. SAP പെരൂർക്കട ഗ്രൗണ്ടിൽ വെച്ചായിരുന്നു. ഇതെൻ്റെ ഫസ്റ്റ് ഫിസിക്കലാണ്. അതിൻ്റെ ഒരു ടെൻഷനൊന്നും എനിക്കില്ലായിരുന്നു. കാരണം അത്ര നല്ല കോച്ചിങ്ങാണ് എനിക്ക് ഇവിടുന്ന് കിട്ടിയത്. 8 ഐറ്റം നല്ല പക്കയായിട്ട് ട്രെയിൻ ചെയ്തിട്ടാണ് ശരണ എന്നെ വിട്ടത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 5 ഐറ്റം സിമ്പിളായിട്ട് അവിടെ കവർ ചെയ്യാൻ പറ്റി. എല്ലാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ചെയ്യാൻ എനിക്ക് പറ്റി. അതിന് ഞാൻ ഡ്രീംസ് ഡിഫൻസ് അക്കാഡമിയോട് നന്ദി പറയുന്നു. എൻ്റെ പേര് വിശാഖ്. ഇന്ന് വളരെ സന്തോഷവും അഭിമാനമുള്ളൊരു ദിവസമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം ഫിസിക്കൽ ഇന്ന് എനിക്ക് പാസ്സാകാൻ പറ്റി. അത് ഞാൻ ആദ്യം തന്നെ ശരണനോട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ അക്കാഡമിയോട് നന്ദി പറയുന്നു. PSCയുടെ ഫസ്റ്റ് ഫിസിക്കലാണ് എൻ്റെ. അതുകൊണ്ട് തന്നെ ഈ ഫിസിക്കലിനെ പറ്റി എനിക്ക് വലിയ ധാരണയും ഐറ്റംസിൻ്റെ ഒക്കെ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ അണ്ണനെ ഈ അക്കാഡമിയെ പറ്റി ഇങ്ങനെ കുറച്ച് പേര് പറഞ്ഞു കേട്ട് അക്കാഡമിയെ പറ്റി അണ്ണനെ പറ്റി അറിയുന്നത്. അങ്ങനെ അണ്ണൻ ഞാൻ വിളിച്ചപ്പോൾ അണ്ണൻ പറഞ്ഞ് വന്നോളാൻ പറഞ്ഞു. അങ്ങനെ വന്നു കഴിഞ്ഞ് ഐറ്റംസ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഞാൻ അപ്പോഴാണ് കാര്യം മനസ്സിലാക്കുന്നത്, വിചാരിക്കുന്ന പോലെ ഇച്ചിരി എളുപ്പമല്ലെന്ന്. അപ്പം അണ്ണൻ പറഞ്ഞു കുഴപ്പമില്ല, സമയമുണ്ട്. അങ്ങനെ ഇപ്പോൾ ഒരു 3 മാസക്കാലമായിട്ട് അണ്ണൻ്റെ കൂടെ ഉണ്ട്. അങ്ങനെ 6 ഐറ്റം എനിക്ക് കിട്ടി. 1500 ഉൾപ്പെടെ 6 ഐറ്റം ആയിരുന്നു. അപ്പം 1500 ഇവിടെ ഞങ്ങൾ ട്രയൽസ് ഉണ്ടായിരുന്നു. അപ്പം ലാസ്റ്റ് ട്രയൽസിൻ്റെ അന്ന് എനിക്ക് 5:30 ഓടിക്കയറാൻ പറ്റി. അപ്പോൾ എനിക്ക് നല്ല ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അവിടെ പോയി ഏതെങ്കിലും ഒരു ഐറ്റം ഫ്ലോപ്പായാൽ പോലും എനിക്ക് 1500 കിട്ടുമെന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അണ്ണൻ ഇവിടുത്തെ ട്രെയിനിങ് കാരണം 1500 പോകേണ്ട വന്നില്ല. അതിന് മുമ്പിട്ട് തന്നെ ഞാൻ സെറ്റ് ആയിക്കൊണ്ട് പോയ 5 ഐറ്റം എനിക്ക് കിട്ടി. അത് ഞാൻ അണ്ണനോട് ഒന്നുകൂടെ നന്ദി പറയുക. പിന്നെ അണ്ണൻ ഇവിടെ ഉള്ള ഓരോരുത്തരെങ്കിലും ഒരു വട്ടമെങ്കിലും കേട്ടിട്ടുള്ള അണ്ണൻ പറഞ്ഞ 2 വാക്കുണ്ട്. ഗ്രൗണ്ടിൽ എന്നും വന്ന് വിയർപ്പൊഴുക്കുന്ന ഒരാൾക്കും അണ്ണൻ്റെ അടുത്ത് സ്ഥിരമായിട്ട് വരുന്ന ഒരാൾക്കും ഒരിക്കലും ഫിസിക്കൽ തോക്കത്തേ ഇല്ല, തോര ചരിത്രമില്ല. അത് ഇന്നലെ പാസ്സായ ശേഷം അതാ എനിക്ക് ആദ്യം മനസ്സിൽ വന്നത്. അത് 100% സത്യമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ
ഇനി എൻ്റെ അടുത്ത് ആരെങ്കിലും ഈ ഡിഫൻസ് ജോബിന് തയ്യാറെടുക്കുന്ന ആരെങ്കിലും എന്നോട് ഒരു ട്രെയിനിങ്ങിന് ഇവിടെ നല്ലൊരു അക്കാഡമി സജസ്റ്റ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞ കാര്യം ഡ്രീംസ് ഡിഫൻസ് അക്കാഡമി അഞ്ചലിനെയും അതിൻ്റെ തലയായിട്ടുള്ള ശരൺ സാറിനെ പറ്റിയായിരിക്കും. ഒരിക്കൽ കൂടിയാണ് ഞാൻ നന്ദി പറയുന്നു, അക്കാഡമിയോട് നന്ദി പറയുന്നു. നന്ദി. കേരള പോലീസിന്റെ ഫിസിക്കലിന് ഇപ്പോൾ ഇന്ന് വരെയുള്ള അപ്ഡേറ്റ് അനുസരിച്ച് നമ്മുടെ 20 സ്റ്റുഡൻസ് പാസ്സായിട്ടുണ്ട്. അതിൽ മിക്കവാറും ഉള്ളവരെല്ലാം ആദ്യത്തെ 5 ഐറ്റം തന്നെയാണ് പാസ്സായിട്ടുള്ളത്. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഫോഴ്സിലേക്ക് ഫിസിക്കൽ ട്രെയിനിങ്ങിന് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണ്ട സജഷൻസ് ഒക്കെ അവിടെ നിന്ന് തരുന്നതായിരിക്കും.